ധൈര്യം കിട്ടി, പെയിന്റ് വെക്കാനൊക്കെ ഉള്ള ധൈര്യം കിട്ടി. എല്ലാ ദിവസവും വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. സാറിന്റെയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും വരണം. ഒറ്റ ദിവസം വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിലൊരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ പറയാ, ഞാൻ ദുബായിലാണ്, ഇവിടെ ആരും എനിക്ക് ആർട്ടിസ്റ്റുള്ള ആരും എനിക്ക് ബന്ധമല്ല, പക്ഷെ ഞാൻ നന്നായിട്ട് ചെയ്യായിരുന്നു, എനിക്കിപ്പോൾ ചെയ്യാനേ തോന്നുന്നില്ല. നമ്മൾ വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മളോട് പറയാറുണ്ട്, കൂടുതലും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെയാണ് ഇത് വർക്ക്ഷോപ്പൊക്കെ കൂടുതലും കണ്ടുവരുന്നത്, നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ഹായ്, എല്ലാവർക്കും റോച്ചാട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നമ്മൾ റോച്ചാട്ടിൽ കണ്ടക്ട് ചെയ്തിട്ടുള്ള വാട്ടർ കളർ വർക്ക്ഷോപ്പിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഇവിടെ ഒരു വീടുണ്ട്. ഈ ഒരു നിരയിൽ തന്നെയാണ് ബാക്കി എല്ലാ മരങ്ങളും, തെങ്ങും വാഴയൊക്കെ ഉൾപ്പെടെയുള്ള മരങ്ങൾ. അതിൻ്റെ പുറകിൽ നമുക്ക് ഒരു വേണമെങ്കിൽ ഒരു മൗണ്ടൈൻ്റെ ഒരു ഇമേജ് കൊടുക്കാം. അതിൻ്റെ അപ്പുറത്താണ് സ്കൈ ഉള്ളത്. ഇത്രയാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. ഇന്നത്തെ നമ്മുടെ വാട്ടർ കളർ വർക്ക്ഷോപ്പ് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ വാട്ടർ കളർ സ്പെഷ്യലിസ്റ്റും അതുപോലെ തന്നെ ദേവഗിരി കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ടുള്ള റോണി ദേവസിയാണ്. ഒരു അടിപൊളി ക്ലാസ് തന്നെയായിരുന്നു. നമ്മൾ 4 സെക്ഷനായിട്ടാണ് ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ഈ വാട്ടർ കളറിൻ്റെ ടിപ്സ് ആൻഡ് ടെക്നിക്സ് ഒക്കെ നമ്മളൊന്ന് ഒരുമിച്ച് ചെയ്യുന്നതായിരുന്നു. അതുപോലെ തന്നെ വാട്ടർ കളറിൽ നമുക്ക് പല തെറ്റിദ്ധാരണകളുണ്ട്, അതൊക്കെ ക്ലിയർ ചെയ്തിട്ടുള്ളൊരു സെക്ഷനായിരുന്നു ഫസ്റ്റ് വന്നത്. അത് ബിഗിനർ ലെവൽ ടു അഡ്വാൻസ് ലെവൽ വരെയുള്ള സ്റ്റുഡൻസിന് ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന രീതിയിലുള്ള ടിപ്സും ടെക്നിക്സും ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ ഒരുമിച്ച് ഈ ഒരു ടെക്നിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഒരുമിച്ച് ഒരു പെയിന്റിങ് ചെയ്യായിരുന്നു. 3ാമത്തെ സെക്ഷന് നമ്മളൊരു ചെറിയ ബ്രേക്ക് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വന്നു, സ്വന്തമായിട്ടൊരു പെയിന്റിങ് ചെയ്ത് തുടങ്ങുക എന്നുള്ളതായിരുന്നു സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പലരും ഒരു വർക്ക് ചെയ്ത് തുടങ്ങിയത് വീട്ടിൽ നിന്ന് ചെയ്ത സമയത്ത് അത് ഭയങ്കര ടഫായിട്ട് ഫീൽ ചെയ്യും, വാട്ടർ കളർ ശരിയാവുന്നില്ല, അല്ലെങ്കിൽ കളർ വെക്കുമ്പോൾ ഭയങ്കര ഡള്ളായിട്ട് ഫീൽ ചെയ്യുക, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞവരുണ്ട്. പക്ഷെ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞ് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അവരുടെ കോൺഫിഡൻസ് കുറച്ചുകൂടി കൂടി എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വാട്ടർ കളറിനോട് അത് പേടി എല്ലാവർക്കും മാറി എന്ന് പറഞ്ഞു. ഇനി നമ്മൾ 4ാമത്തെ സെക്ഷൻ, ലാസ്റ്റ് സെക്ഷൻ, ടോക്കിംഗ് സെക്ഷനിലേക്കാണ് കടക്കാൻ പോകുന്നത്. എല്ലാവരും നമ്മളോട് പറയാറുണ്ട്, കൂടുതലും എറണാകുളത്തും തിരുവനന്തപുരത്തും ഒക്കെയാണ് ഇത് വർക്ക്ഷോപ്പൊക്കെ കൂടുതലും കണ്ടുവരുന്നത്, നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ നിരന്തരം ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള എല്ലാം ഓരോരുത്തരും അതിൽ സ്പെഷ്യലൈസ് ചെയ്യുന്ന ആളുകളായിരിക്കും വന്നിട്ട് ക്ലാസ്സസ് എടുക്കുക. ക്ലാസ് ആയിരുന്നു. പിന്നെ കുറെ ഡൗട്ട് മാഷോട് ചോദിച്ച് മനസ്സിലാക്കി. 20 രൂപയായി. പിന്നെ ആദ്യം ഞാൻ വരയ്ക്കുന്ന ആളായിരുന്നു. ഇപ്പൊ എന്റെ പ്രൊഫഷൻ എന്താണ്? ഇപ്പം പ്രൊഫഷന് ഇത് തന്നെയാണ്, പക്ഷെ വേറെ അല്ലാണ്ട് കുറച്ച് പെയിന്റിങ്സ്, വേറെ ഹോം പെയിന്റിങ്സ് ഒക്കെ ആയിട്ടുള്ള എല്ലാം കൂടിയിട്ടുള്ള പരിപാടിയാണ്. പിന്നെ ഇനിയിപ്പോൾ ഒരു മറ്റോട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഒരു അക്രലിക്കിന്റെ ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ താല്പര്യമുണ്ട്. പോർട്രേറ്റിന്റെ ഒരു ക്ലാസ് ആണ് താല്പര്യം. വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിലൊരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ പറയാ, ഞാൻ ദുബായിലാണ്, ഇവിടെ ആരും എനിക്ക് ആർട്ടിസ്റ്റുള്ള ആരും എനിക്ക് ബന്ധമല്ല, പക്ഷെ ഞാൻ നന്നായിട്ട് ചെയ്യായിരുന്നു, എനിക്കിപ്പോൾ ചെയ്യാനേ തോന്നുന്നില്ല. കാരണം അവർ വേറെ സ്പേസിലെത്തി. നമ്മളെ ഒരു സ്പേസാണ് നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആക്കുന്നത്. ഒരു ആർട്ടിസ്റ്റ്, കുറേ ആർട്ടിസ്റ്റുകൾ ചുറ്റും ഇരിക്കുമ്പോൾ അവർ ഫ്രണ്ട്സായിട്ട് കിട്ടുമ്പോൾ കുറച്ചുകൂടി ലൈഫ് കുറച്ചുകൂടി കളറാണ്. അപ്പം ആ രീതിയിലേക്ക് നിങ്ങൾക്ക് ആ സ്പേസ് ഇല്ലെങ്കിൽ അതിലേക്ക് എത്തുക നിങ്ങൾ. അതിനോടാണ് കാര്യം. നമുക്ക് അങ്ങനെ സ്പേസ് ഇല്ല, എൻ്റെ കഴിവ് പോയി എന്ന് വെച്ചിട്ട് നമ്മളോട് ഇരിക്കുമ്പോൾ അത് നമുക്ക് തന്നെയാണ് നഷ്ടം. അത് മൈൻഡിൽ വെക്കാം. ദേവദാസ് ആർട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഞാനിതൊക്കെ കുടുങ്ങിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ വാട്ടർ കളറിന് ഫുള്ള് ടച്ച് വിട്ടു എന്നുള്ളതാണ്. വാട്ടർ കളർ തൊടാതെ ഇപ്പം ഞങ്ങൾ ആർട്ടിഫിക്കൽ അധികം വർക്ക് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എന്നാമത് ആ മീഡിയങ്ങളാണ് ട്രീറ്റ്മെൻറ്റ് മീഡിയം വെച്ച് ചുമട് കൂടെ കളിക്കുന്നുണ്ട്. വാട്ടർ കളറിൻ്റെ യാതൊരു ടച്ചും ഇല്ലാത്തൊരവസ്ഥയിൽ എത്തിപ്പെട്ടു. ആ രീതിയിൽ വന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ടോണുകളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക എന്ന ഉദ്ദേശം തന്നെയായിരുന്നു ഇന്നത്തേക്ക് നമ്മൾ ജസ്റ്റ് ഇത് തന്നത്. അപ്പം അങ്ങനെ ഫുള്ള് കിട്ടിയെന്നല്ല, ഏകദേശം ഒരു ധാരണയായിട്ടുണ്ട്. ചെയ്യാൻ കഴിയുന്നുള്ളൊരു വിചാരിച്ചിലേക്കുണ്ട്. അതായത് ക്യാമ്പ് കണ്ടന്റ് ക്യാമ്പായിരുന്നു. ഇപ്പം ക്യാമ്പ് കണ്ടന്റ് ചെയ്യുന്നത് പറഞ്ഞുകൊണ്ടാണ് ഒരു സോയിൽ ബോയിൽ, അത് ക്ലേ ബോയിൽ നടക്കേണ്ട ഒരു സ്കൾപ്ചറിങ് ക്ലാസ് കണ്ടന്റ് ചെയ്യാനുള്ളൊരു ഇതായിരുന്നു. നമ്മൾ
അധികം സ്ഥലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ക്ലാസ് രൂപം ഉണ്ടാക്കാന്നല്ലാതെ എങ്ങനെ ചുട്ടെടുക്കാന്നുള്ളൊരു ക്ലാസ് കിട്ടുന്നില്ല. ക്ലാസ് വളരെ അടുത്തുള്ള ക്ലാസ് അത് ഒറ്റ കാര്യമുണ്ട് അതിൽ. നമ്മളെ തൃശ്ശൂർ ഫൈൻ ആർട്സ് കോളേജിലുള്ള പ്രൊഫസർ ഉണ്ടായിരുന്നല്ലാണ്ട് ആളിപ്പം ട്രാൻസ്ഫർ ആയി തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട്. ആള് ഇവിടെ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ ചുറ്റെടുക്കാനായിട്ട് സ്പേസ് കുറവാണ്, അതുകൊണ്ട് അതിന് വേറെ സ്പേസിലേക്ക് നമ്മൾ പോയിട്ട് ചെയ്യാം. 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസമൊക്കെ ആയിട്ട് ചെയ്യേണ്ടി വരും. ആദ്യം നമ്മൾ ഉണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലുള്ള സാധനങ്ങൾ എടുത്ത് വെച്ചിട്ട് അതെങ്ങനെ എത്ര ടെമ്പറേച്ചറിൽ ഇതാക്കണം എന്നൊക്കെ അത് നമ്മൾ നോട്ട് ചെയ്തൊരു കാര്യം തന്നെയായിരുന്നു. കാരണം ഉണ്ടാക്കുന്ന മാത്രമല്ല, അതെങ്ങനെ സേവ് ചെയ്ത് വെക്കാന്നുള്ളത് കൂടെ നമ്മൾ പഠിക്കാനല്ലോ. അപ്പൊ ആ രീതിയിൽ നമുക്ക് ഒരു ദിവസം ചെയ്യാം, അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തു. പക്ഷെ അതൊരു 1 day വർക്ക്ഷോപ്പ് ആയിട്ട് മാറില്ല. എന്തായാലും ഒരു 3 days അല്ലെങ്കിൽ ഒരു 5 days ഒക്കെ എന്തായാലും അത് നല്ലൊരു അടിപൊളി ക്യാമ്പായിട്ട് അങ്ങനെ നടത്തേണ്ടി വരും. ആള് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിത് ഇതേപോലെ ക്ലേന്റെ വർക്ക്ഷോപ്പ് നടത്തിയിരുന്നപ്പം ഇങ്ങനെ ഇരുന്നപ്പോൾ പറഞ്ഞു അത് ഒന്ന് ചുട്ടെടുക്കുന്നത് കാണിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത്. രോഹിത്താണ്. രോഹിത്ത് ലാസ്റ്റ് ചെയ്തൊരു വീഡിയോ നമ്മളെ സ്റ്റുഡൻസിനെ നമ്മള് വീട്ടിലിരുന്ന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവർക്ക് ഇവിടെ വരാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കും, ഇങ്ങനെ റീലായിട്ടൊക്കെ ഇൻസ്റ്റാഗ്രാമിലൂടെ യൂട്യൂബിലൂടെ. അപ്പൊ ആള് സ്കിൻ ടോണിന്റെ കാര്യം ഇവിടെ ആരോ പറഞ്ഞിരുന്നു, നിങ്ങൾ തന്നെ സ്കിൻ ടോൺ മിക്സ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എല്ലാവരും പറയാറ്. അപ്പൊ നമ്മള് ലാസ്റ്റ് ചെയ്തത് കറക്റ്റ് രോഹിത്തിന്റെ സ്കിൻ ടോൺ രോഹിത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ സ്കിന്ന് കറക്റ്റ് സ്കിൻ ടോൺ ആക്കി എടുത്തു. അതൊക്കെ നമ്മൾ യൂട്യൂബ് വീഡിയോയിൽ പല തെറ്റിദ്ധാരണകളുണ്ട്, ഇത്ര അളവിൽ എടുത്തു കഴിഞ്ഞാൽ ആ സ്കിൻ ടോൺ കിട്ടുള്ളൂ. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ തന്നെ നമ്മളെ പറ്റുന്ന നമ്മൾ മൈൻഡ് സെറ്റ് വെച്ചിട്ട് പല കളേഴ്സ് എടുക്കണം എന്നുള്ളൊരു മൈൻഡ് നമുക്ക് വേണം. അങ്ങനെ ചെയ്തെടുത്തുള്ള ടിപ്സും ടെക്നിക്സും ഒക്കെ രോഹിത് തന്നെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഫോളോ ചെയ്യണ കുട്ടികളൊക്കെ ഉണ്ട്, വീട്ടിൽ കുട്ടികളൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ അങ്ങനെ അവർക്കൊക്കെ പഠിക്കാൻ പറ്റും എന്ന് പറയാം. അപ്പൊ പറഞ്ഞു എന്താണ് ക്ലാസ് കുഴപ്പമില്ലേനി. പെയിന്റ് ചെയ്യാനൊക്കെ കൂടുതൽ മനസ്സിലായി. പിന്നെ വാട്ടർ കളറ് കുറച്ചും കൂടി പഠിക്കാൻ പറ്റി. പിന്നെ പെയിന്റ് ചെയ്യാൻ പറ്റി സാറെന്ത് ചോദിച്ചിരുന്നുണ്ടോ അവർക്കൊക്കെ കുറച്ചൊക്കെ. എൻ്റെ പേര് സന്തീഷ്, നേരത്തിൽ വർക്ക് ചെയ്യുന്നതാണ്. വാട്ടർ കളർ തന്നെ ഈ കളറ് മീഡിയത്തിലൊക്കെ താല്പര്യമുണ്ട്. വാട്ടർ കളറിൻ്റെ ഒരു ക്ലാസ്സിൽ പോകണമെന്ന് വർക്ക്ഷോപ്പ് കുറേ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇത് കാണുന്നത്. അതിൻ്റെ ഒരു സുഹൃത്ത് അയച്ചു തന്നാണ്. അങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്. എന്തായാലും വളരെ ഉപകാരപ്രദമായ ക്ലാസ്സാണ്. പിന്നെ കളർ വെക്കുന്നതിൽ കുറച്ച് ഭയം ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറി കിട്ടിയെന്നാണ് മനസ്സിലാകുന്നത്. പിന്നെ ബ്ലാക്ക് അധികവും ഞാൻ പലയിടത്തും പോയ സമയത്ത് ബ്ലാക്ക് ഡയറക്റ്റ് പിന്നെ കൊടുക്കാറില്ല എന്ന് തന്നെയാണ്. ഞാൻ പല വാട്ടർ കളർ ക്ലാസ് പോയ സമയത്ത് ബ്ലാക്ക് യൂസ് ചെയ്യുമ്പോൾ മറ്റ് കളറുകൾ അതിൽ സ്പ്രെഡായിരിക്കും. അപ്പം എന്നിട്ട് നമുക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, പിന്നെ വേറെ കളർ വെക്കാൻ പറ്റാത്തൊരു പ്രശ്നം വാട്ടർ കളറിനുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഡയറക്റ്റായിട്ട് ബ്ലാക്ക് വെക്കില്ല എന്ന് പറയുന്നത്. 2 കളർ മിക്സ് ചെയ്തിട്ട് ബ്ലാക്ക് ആക്കിയിട്ടാണ് സാധാരണ വെക്കൽ. അപ്പോൾ അങ്ങനെ ഒരു ഡയറ്റ് ഉണ്ടായിരുന്നു സാറ്, പക്ഷേ സാറത് മാറ്റി തന്നിട്ടുണ്ട്. 1 year ആയി നമ്മള് ക്ലാസ്സില്. ആള് പോർട്രേറ്റ് അടിപൊളിയായിട്ട് ചെയ്യും കേട്ടോ. ഫേസ് പോർട്രേറ്റിലെ ഇൻട്രസ്റ്റ്. പൃഥ്വിരാജിന്റെ വർക്ക് ആരെ കണ്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? അതൊക്കെ റിക്വയർ ചെയ്താണ് കേട്ടോ. അടിപൊളി. അതിനൊക്കെ ഭയങ്കര സപ്പോർട്ട് കിട്ടിയിരുന്നു. പൃഥ്വിരാജിന്റെ ആടുജീവിതം ഫിലിം ഇറങ്ങിയപ്പോ കറക്റ്റ് പോർട്രേറ്റ് ചാർക്കോളില്ലേ, ചാർക്കോൾ നമ്മൾ 3ാമത്തെ ചെയ്ത വർക്ക് ആയിരുന്നത്. നല്ല അടിപൊളിയായിട്ട് ചെയ്ത്. പിന്നെ സിനിമ ഫീൽഡിലെ ആൾക്കാർ ചെയ്യുമ്പോൾ അങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇഷ്ടം കൂടുതൽ ചെയ്യുമ്പോൾ അങ്ങനെ വരുന്നതായിരിക്കും. ക്ലാസ്സിനെ കുറിച്ച് സാറിനെ കുറിച്ചൊക്കെ പറ, ആലോചിച്ച് നോക്ക്. എന്ത് പറയും ഒന്നും പറയല്ല, ഒരു താങ്ക് യു ഒക്കെ പറ സാറിന്. എൻ്റെ പേര് നന്ദുകൃഷ്ണ, ഞാൻ താമരശ്ശേരി. അപ്പോൾ വാട്ടർ കളറിനോട് കുറച്ച് ഇഷ്ടമുള്ളതുകൊണ്ട് ചേർന്നാണ്. പിന്നെ കുറേ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു മുമ്പേ. സാറിന്റെ ബേസ് കേട്ടപ്പോൾ ശരി, മുമ്പ് ഭയങ്കര ഡൗട്ടായിരുന്നു എങ്ങനെ ചെയ്യേണ്ടത്. ക്ലിയർ ആയിരുന്നില്ലേ? എൻ്റെ പേര് പ്രതിഭ രാധാകൃഷ്ണൻ. ഞാൻ അക്രൈലിക്കും പിന്നെ ഓയിൽ പെയിൻ്റൊക്കെ ചെയ്യാറുണ്ട്, വാട്ടർ കളർ ചെയ്യാറുണ്ട്, പക്ഷെ ഒരു ഐഡിയ ഇല്ല അതിനെപ്പറ്റി. അപ്പോൾ ഇന്ന് സാറിൻ്റെ ക്ലാസ് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് അറ്റൻഡ് ചെയ്യാൻ വന്നത്. അറ്റൻഡ് ചെയ്തപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ കിട്ടി. എൻ്റെ പേര് ഷീബ, ഞാൻ വളർക്കുന്ന വരുന്നത്.
ഞാൻ ക്രാഫ്റ്റ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നത്. കുറച്ചൊക്കെ ഇങ്ങനെ വാട്ടർ കളർ ചെയ്യെങ്കിലും കുറേ ആയിട്ട് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്നും തുടങ്ങണം രണ്ടാമത് തുടങ്ങണം എന്ന് വിചാരിക്കുമ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിൽ അത് കണ്ടത്. അങ്ങനെയാണ് ഇന്ന് എത്തിപ്പെട്ടത്. എന്തായാലും സാറിന് താങ്ക്സ്, റോജാസിന് താങ്ക്സ്. എൻ്റെ പേര് ലാലി, കൊല്ലാണ്ടിയതാണ് വരുന്നത്. പെൻസിൽ ഡ്രോയിങ് അങ്ങനെ അക്രിലിക് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. വാട്ടർ കളർ ചെയ്യുമ്പോൾ കുറച്ചൊരു ഇതൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ സാറ് എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി സാറ് പറഞ്ഞു ഞാൻ പ്രൈവറ്റ് നോക്കണമെങ്കിൽ സാറ് പറഞ്ഞു ഒരു ക്ലാസ്സിലൊന്നും ഒന്നും ഉണ്ടാവില്ല, എപ്പോഴും പ്രാക്ടീസ് എല്ലാ ദിവസവും വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അതിലേക്ക് എത്താൻ പറ്റുള്ളൂ. സാറിൻ്റെയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും വർക്കണം, ഒറ്റ ദിവസം കൊണ്ടൊന്നുമില്ല. അങ്ങനെ വിചാരിച്ച് ആരും പോയി വേണ്ട, എല്ലാ ദിവസവും എല്ലാവരും വർക്ക് ചെയ്യും. ഒരു വർക്കെങ്കിലും സാറ് പറഞ്ഞിട്ട് കളർ തന്നെ ചെയ്യണമെന്നില്ല, ഒരു പെൻസിൽ എടുത്തിട്ട് ഒരു ഒബ്ജക്റ്റ് എങ്കിലും വരച്ചാൽ മതി. ഒരു കസേരയെങ്കിലും ഒരു കസേര, ഒരു സ്റ്റൂളെങ്കിലും സ്റ്റൂൾ, അങ്ങനെ എന്തെങ്കിലും ഒരു ഓറഞ്ചെങ്കിലും ഓറഞ്ച് വരച്ചാൽ മതി എന്നാണ് സാറ് പറഞ്ഞേക്കണം. ആ ഷേപ്പ് നമുക്ക് ആ ഒരു ദിവസത്തെ നമ്മൾ പെയിന്റിങ് ആയി, അല്ലെങ്കിൽ ആ ദിവസത്തെ ഒരു വർക്കായി. പെൻസിലോട് ഒരു വട്ടം വരച്ചാലും അതൊരു വർക്കായി എന്നാണ് പറഞ്ഞേക്കണേ. അത്ര ഒരു കോൺഫിഡൻസ് സാറ് എല്ലാ ദിവസവും പറയുന്നതായിരിക്കും. ഇതിൻ്റെ എല്ലാം ഇടയിൽ ഒരു 6-7 വർഷത്താ കല്യാണം കഴിഞ്ഞ പിന്നെ ആ ഒരു ഫീൽഡിലേക്ക് നമ്മൾ നോക്കാണ്ടായി. ഇതിപ്പോ ഞാൻ മൊബൈൽ എടുത്ത് നോക്കും, അയ്യോ എനിക്കിത് പറ്റില്ലല്ലോ, ഞാൻ നഷ്ടപ്പെടുത്തിയില്ലേ എൻ്റെ വർഷങ്ങളെന്ന്. ഇപ്പൊ ഞാൻ കുറച്ചും കൂടി പുറത്തിറങ്ങിയതാണ്. ഞാൻ മനഃപൂർവ്വം എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ ചീത്തയാണ്, നിനക്കെന്താ ഭ്രാന്തെന്നാ ചോദിക്കാം. രാത്രി വരക്കാനിരിക്കും, നിനക്ക് ഉറങ്ങിക്കൂടെയെന്നാ ചോദിക്കാം. കാരണം പിറ്റേ ദിവസം വർക്കിന് ഞാൻ പോകണമല്ലോ. അപ്പൊ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരാണ്. നിനക്ക് വേറെ പണിയില്ല, പിന്നെ ഇത് ഫ്രെയിം ഇട്ട് വെക്കണം, അങ്ങനെ കാണണല്ലേ നമ്മൾ ചെയ്ത സാധനം, എന്തിനിങ്ങനെ കാശ് കളയുന്നത് നീയൊക്കെ അങ്ങനെ ചോദിക്കുന്ന ആളാണ്. നമ്മളെ മാക്സിമം അതിനെ ഒരു എതിർക്കുന്ന ടീമാണ്. എന്റെ സ്വപ്നമാണത്. ഞാൻ ഇടയ്ക്ക് സ്റ്റാറ്റസ് ഇടും, എന്റെ സ്വപ്നങ്ങൾ വരച്ചിട്ടില്ല. വരച്ചിട്ടുമ്പോഴും ഒരു ചിത്രമായിരിക്കും, ഒരു തേങ്ങ അതൊരു ചിത്രം, ഇതെങ്ങനെ വരയ്ക്കാം, ഒരു തേങ്ങ കാണുമ്പോ ഇത് ഇങ്ങനെ ചിത്രത്തിലേക്ക് കൊണ്ടുവരാന്നായിരിക്കും നമ്മളെ ചിന്തിക്കാം. ആ തേങ്ങ ചവിട്ടി എറിയാൻ നോക്കൂല, അങ്ങനെ നമ്മളെ മൈൻഡോട്ട് മാറുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ. ഇന്ന് എന്റെ ദിവസം പോണ്ട ദിവസം, അപ്പൊ പകരം ഒരാളെ ആക്കിയാൽ മാത്രമേ വരാൻ പറ്റൂ. അതുകൊണ്ട് ഇന്നലെ ഫൈനലായി തീരുമാനിച്ചത്. അപ്പൊ എന്റെ പരിപാടി ഈ ചെറുപ്പത്തിലെ വരയ്ക്കാനുള്ള ഭയങ്കര ആഗ്രഹം, പക്ഷെ പഠിക്കാൻ പറ്റിയില്ല. അപ്പം പിന്നെ കാണുന്ന എല്ലാ ചിത്ര പ്രദർശനവും കാണുമ്പോൾ അങ്ങനെ പോയി അത്യാവശ്യം വരച്ചു നോക്കും. അങ്ങനെ യൂട്യൂബ് ഇവിടെ ഫേസ്ബുക്ക് കണ്ടിട്ടാണ് ഇങ്ങനെ ബന്ധപ്പെട്ടത്. അപ്പൊ ഈ അടുത്ത് എനിക്കൊരു ചാൻസ് കിട്ടിയത് ഇതുപോലെ ഈ ക്യാമ്പുകൾ നടക്കുന്ന സ്ഥലത്തൊക്കെ പോകും വെറുതെ കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഈ കക്കെട്ടിനടുത്ത് മുടിക്കൽ പുഴയോരം കുറെ ആർട്ടിസ്റ്റുകളിൽ നിന്ന് ഇങ്ങനെ വരയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ പോയി ഇവരെ കണ്ട് പരിചയപ്പെട്ട്, അപ്പം വയനാട് ഈ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ഒരു ക്യാമ്പ് നടത്തി. അതിൽ തന്നെ ഇവർ പങ്കെടുപ്പിച്ച് ചിത്രമൊക്കെ വരയ്ക്കാൻ പറ്റി. അങ്ങനെയാണ് പിന്നെ ഇതിലേക്ക് ഇറങ്ങാന്നുള്ള ഇതില് അങ്ങനെ ഇത് കണ്ട് ഇവിടെ വന്നപ്പം വളരെ സന്തോഷമായി. കാരണം പറഞ്ഞ പോലെ ധൈര്യം കിട്ടി, പെയിന്റ് വെക്കാനൊക്കെ ഉള്ള ധൈര്യം കിട്ടി. ഞാൻ ചെറുപ്പത്തിലും വരച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി സംബന്ധമായിട്ടുള്ള തിരക്കിൽ പെട്ട് പിന്നെ അതൊക്കെ വിട്ടുപോയി. ഞാൻ ഇനിയും എൻ്റെ ചില സ്പെയർ ടൈമിലൊക്കെ വരച്ച് അങ്ങനെ പ്രത്യേകിച്ച് ക്ലാസ്സിലൊന്നും പോയിട്ടുണ്ട്. ഇതുപോലത്തെ ചില ക്ലാസ്സിലൊക്കെ കോൺടാക്ട് ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട്. ഓയിൽ പെയിന്റിങ് ചെയ്യലുണ്ട്, പിന്നെ അതുപോലെ തന്നെ പോർട്രേറ്റ് ചെയ്യലുണ്ട്, പിന്നെ അക്രിലിക് പെയിന്റിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ടർ കളർ ഞാൻ വളരെ നിസ്സാരമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് അതങ്ങനെ ചെയ്യാൻ ഇത് വളരെ ഏറ്റവും ടഫൊക്കെയാണ്. അപ്പൊ അത് ആദ്യം കുറച്ചറിയില്ല. പക്ഷെ ഇത് കഴിഞ്ഞപ്പോൾ ഇന്ന് സാറിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് എനിക്ക് ചെയ്യാൻ പറ്റും. വലിയൊരു സംഭവമായിട്ട് സാറിനെ മറക്കാൻ പറ്റില്ല, ഈ ക്ലാസ്സിനെ മറക്കാൻ പറ്റില്ല, മലയാളത്തിൽ മറക്കാൻ പറ്റില്ല. കാരണം അങ്ങനത്തെ തന്നെ ഒരു ഗൈഡ് തന്നെ. കാരണം ഇന്ന് കൂടെ പോകാൻ പറ്റുന്നുണ്ട്. പക്ഷേ നേരെ റിവേഴ്സാണ്. നമ്മൾ വാട്ടർ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ പെയിന്റിന്റെ വേറെ രൂപമാണ് അക്രിലിക്. അക്രിലിക് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റായിട്ട് ചെയ്യാം, ഒരു പെയിന്റിങ് വേണമെങ്കിൽ ഇന്ന് കംപ്ലീറ്റ്. പക്ഷേ ഓയിൽ പെയിന്റിങ് പറഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ഫസ്റ്റ് കൊടുത്തു കഴിഞ്ഞ് അതൊന്ന് ഉണങ്ങാൻ കാത്തിരിക്കണം, പിന്നെ ഒരു 2 ദിവസം അധികം കാത്തിരിക്കണം. അപ്പോഴേക്കും നമ്മൾ ഇന്ന് ചെയ്ത പെയിന്റൊക്കെ ആയിട്ട് വലിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം നോക്കുമ്പോൾ കാര്യം ഞാൻ ചെയ്തൊക്കെ പോയാലും ആകെ ഒന്നും ചെയ്യും. പക്ഷെ അത് അറിയേണ്ട ആവശ്യമില്ല, പിന്നെ അടുത്ത കോട്ട് ചെയ്യും. പിന്നെ മൂന്നാമത്തെ കോട്ടിൽ അത് ഏകദേശം നല്ല അക്രിലിക് അങ്ങനെയല്ല. അക്രിലിക് നമുക്ക് സൈഡിൽ നിന്ന് ചെയ്ത് പക്ഷേ അതിനൊക്കെ എതിരാണ് നമ്മുടെ
വാട്ടർ കളർ കാരണം കുട്ടികളൊക്കെ പറയല്ലോ വാട്ടർ കളർ മേടിച്ചാൽ മതി. അപ്പോൾ നമ്മൾ കുട്ടികളെ വലിയ വാട്ടർ കളറിനെ പറ്റിയൊരു ഐഡിയ ഇല്ലേ, ഇതുവരെ വരച്ചില്ല. പുതിയൊരു വാട്ടർ കളർ വാങ്ങിയിരുന്നാണ് ക്ലാസ് നല്ല ക്ലാസ് ഇനി അത്തരം ക്ലാസ്സുകൾ ഇനി സംഘടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് അറ്റൻഡ് ചെയ്യും. സാധനത്തെ പറ്റി ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളതാണ്, അവിടെ താമസിക്കുന്ന ആളാണ്. സാധാരണ സംഭവം തന്നെയാകുന്നത്. എൻ്റെ അച്ഛനാണ് ഞാൻ ആദ്യം പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഒരുമിച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് ദുബായിലൊക്കെ വെച്ചിട്ട്. പിന്നെ നമ്മള് മീറ്റ് ചെയ്യുന്നത് ഇതുപോലെ ഒരു വർക്ക്ഷോപ്പ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നു. അങ്ങനെയാണ് ഓരോ കണക്ഷനും വരിക. പഠിക്കുക ഏത് ക്ലാസ്സിലാണ്? ഞാൻ 9th. എൻ്റെ പേര് നിത്യ. എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നു. ഈ ഡ്രോയിങ് എന്ന സംഭവം എന്താന്ന് പോലും അറിയില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം കുറച്ചൊക്കെ പഠിച്ചു തുടങ്ങി വരുന്നുണ്ടെന്ന് പറയാം. പിന്നെ സാറ് അത്യാവശ്യം ഹെൽപ്പൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. കൂടെ വന്നത്. കൂടെ വന്ന ആൾക്കെന്താ പുറത്തുനിന്നുള്ളൊരു അഭിപ്രായം? ഞാനൊരു കൊമേഴ്സ്യൽ ആർട്ടിസ്റ്റാണ് വർക്ക് ചെയ്യുന്നത്. എന്തായാലും നല്ല ക്ലാസ്സാണ്. വാട്ടർ കളറിനെ കുറിച്ച് എല്ലാവർക്കും ശരിക്കും നല്ല ഒരു അവബോധം ഉണ്ടാകാൻ പറ്റിയൊരു ക്ലാസ്സാണ്. അപ്പോൾ സാധാരണ ആൾക്കാർക്ക് ക്ലാസ് എടുക്കാൻ പറഞ്ഞാൽ തന്നെ അങ്ങനെ കിട്ടുന്ന വലിയൊരു അനുഗ്രഹമാണ്. അത് നിങ്ങൾ വാങ്ങിയെടുക്കുക, അതേമാതിരി അറ്റൻഡ് ചെയ്യുക, ക്ലാസ്സുകളൊക്കെ എടുത്ത് ചിത്രങ്ങളൊക്കെ വരച്ച് വളരെ എഴുത്തെടുത്ത്. എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേട്ടപ്പോൾ വളരെ സന്തോഷം. രണ്ടാമത്തെ വർക്ക്ഷോപ്പാണ്. ഇവിടെ തന്നെയായിരുന്നു ആദ്യത്തെ വർക്ക്ഷോപ്പ്. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്. കുറേ ഡിബേറ്റുകൾ നമ്മൾ വരയ്ക്കുന്നത് ശരിയാണോ ശരിയല്ലേ അങ്ങനെയുള്ള ആ ചോദ്യങ്ങൾ ഒഴിവായി കിട്ടുക എന്നുള്ളതാണ് ആദ്യത്തേതിൻ്റെ ഒരു കടമ്പ. വെറുതെ ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കാതെ നമ്മൾ പെയിൻ്റ് എടുക്കുക, വരയ്ക്കുക. ഇപ്പോൾ നീന്തൽ പഠിക്കുന്ന പോലെ തന്നെയാണ്. വെള്ളത്തിൽ തിയറി പഠിച്ചുകൊണ്ടിരുന്നാൽ പ്രത്യേകിച്ച് പഠിക്കുന്നുണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു ബോധ്യം. അതേപോലെ തന്നെയാണ് ഏതൊരു വിഷയത്തിലും. അതിപ്പോൾ എല്ലാവരും അവരവരുടെ മേഖലകളിൽ എക്സ്പേർട്ടുകളാണെന്നറിയാം. ഈ ഒരു മീഡിയത്തിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുക. നമ്മൾ അങ്ങനെ തന്നെ എത്രയും കൂടുതൽ വരയ്ക്കുന്ന അത്രയും നമ്മൾ ഇമ്പ്രൂവ് ആകുന്നുള്ളത് തന്നെയാണ്. ക്ലിൻറ്റിൻ്റെ കഥയൊക്കെ കേട്ടിട്ടുണ്ടാവും. ക്ലിൻറ്റ് അപ്പം ഒരു 6000 എത്രയോ 25,000 ഡ്രോയിങ് ഒക്കെയാണ് 6 വയസ്സിനുള്ളിലൊക്കെ വരച്ച് തീർക്കുന്നത്. അപ്പോൾ അതുതന്നെയാണ് ഇതിൻ്റെ ഒരു. അപ്പം നമ്മൾ പുറകിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും ഡേറ്റ് ഇട്ട് വെക്കുക. അതാണ് ഒരു എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിനോടും പറയാറ്. നമുക്കൊരു 6 മാസം കഴിയുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക ഞാനത് എവിടെ എത്തി. സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് തന്നെയുള്ളൂ. അല്ലാതെ വേറൊരു ആർട്ടിസ്റ്റായിട്ട് ഇത് കമ്പയർ ചെയ്യുന്നതുകൊണ്ട് ഇതൊരു ഓട്ട മത്സരം ഒന്നുമല്ല. നമ്മളൊരു അങ്ങനെ ഇത് കാണുകയും ചെയ്യരുത്. ഞാൻ ഇപ്പോഴും ഏത് ക്ലാസ്സിന് പോകുമ്പോഴും ഞാൻ പറയാറുണ്ട്, വാട്ടർ കളർ ചെയ്യുന്ന സമയത്ത് ഇതങ്ങനെ ജഡ്ജ് ചെയ്യാനൊന്നും പറ്റുന്ന കാര്യമല്ല. ഒരു പെയിൻറ്റിങ് എങ്ങനെയാണ് ഇത്രയും പിക്കാസോയുടെ ഗുർണിക പ്രശസ്തമാവുന്നതെന്ന് വേറെ പലരും അനലൈസ് ചെയ്യാറുണ്ട്. പക്ഷേ അനലൈസിലൊക്കെ മുകളിലാണ്. അത് അങ്ങനെ എന്തുകൊണ്ടാണ് ആ പെയിൻറ്റിങ് അത്രയും പ്രശസ്തമായതെന്ന് പിക്കാസോയ്ക്ക് വരെ അറിയില്ല. അതങ്ങനെ സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെ ഒരു സംഭവിക്കലാണ് ഓരോ പെയിൻറ്റിങ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ലാതെ വേറൊരു രീതിയിൽ നമുക്കതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാനതിലും ബെറ്ററായിട്ട് വരയ്ക്കുമല്ലോ എന്ന് എനിക്ക് തന്നെ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ മണ്ടനാണ് ഞാൻ പറയുള്ളൂ. അതങ്ങനെയല്ല വർക്ക് ചെയ്യുന്നത്. അപ്പം അങ്ങനെ കുറേ തിരിച്ചറിവുകളാണ് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. അപ്പം വേറെ ഒരാളെ പരിചയപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടൊരു ബുക്ക് വായിക്കുന്ന ഒരു ഫീല് കിട്ടുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. പുതിയൊരു അറിവ് കിട്ടുന്ന ഒരു രീതി. പിന്നെ പൊതുവേ കുറച്ച് സ്ട്രെയിനുള്ള പണിയാണിത് പേഴ്സണലി. കാരണം ഞാൻ അങ്ങനെ വളരെ സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല. അപ്പം ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിക്കേണ്ടി വരും. ഞാനത് ജോലിയുടെ ഭാഗമായിട്ട് അങ്ങനെ ആവുന്നതാണ്. പൊതുവേ എല്ലാവരെയും പോലെ ഇപ്പം ആർട്ടിസ്റ്റുകൾ പൊതുവേ ഒരു മൂലയ്ക്ക് ഇരുന്ന് വരയ്ക്കുന്ന ആൾക്കാരാണ്. എൻ്റെ ഈ പേഴ്സണൽ താല്പര്യങ്ങൾ അത് തന്നെയാണ്. പക്ഷേ പുറത്തേക്ക് എത്തണമെന്നും അങ്ങനെയും അത് എൻ്റെ പ്രൊഫഷനായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഞാൻ പലരോടും ഇൻട്രാക്ട് ചെയ്യുമ്പോഴൊക്കെ അങ്ങനെ ഒരു സ്കില്ലും കൂടെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് വരികയാണ്. എങ്ങനെ ഒരു ക്ലാസ് സ്ട്രക്ചർ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വരുന്നു. പിന്നെ എല്ലാവരും വരയ്ക്കുക, അത്രയേ ഉള്ളൂ. അതൊരു ഒരിക്കലും ഞാൻ അവരോട് പറയുന്നുണ്ട്, പെയിൻറ്റിങ് ചെയ്യുന്ന ഒരിക്കലും ഫ്രെയിം ചെയ്ത് വെക്കാനല്ല. അത് നമ്മൾ ഒരു പെയിൻറ്റിങ് ഫ്രെയിം ചെയ്ത് വെക്കാൻ നമുക്ക് തന്നെ ഒരു തോന്നൽ വരും ഒരു 100 പെയിൻറ്റിങ് വരച്ച് കഴിയുമ്പോൾ. അല്ലാതെ നമ്മളൊരു ഫ്രെയിം ചെയ്ത് വെക്കാനായിട്ട് ഞാനിത് വരയ്ക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ കൈ വരയ്ക്കും. അങ്ങനെയല്ല വേണ്ടത്. അപ്പം അതെപ്പോഴും ഒരു ചൂസാണ്. നമ്മൾ പല ഓപ്ഷൻസിൻ്റെ ഇടയിൽ നിന്ന് ഏറ്റവും നല്ല എടുത്ത് ഫ്രെയിം ചെയ്യാണ്. അതാണ് ഞാൻ എൻ്റെ സെലക്റ്റഡ് വർക്ക്സ് കൊണ്ടുവരുമ്പോഴും ഞാനൊരു 100 ചിത്രം വരച്ചതിനിടയിലാണ് ഒരു 20 സെലക്ട് ചെയ്യുക. ബാക്കി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ തന്നെ സക്സസ്ഫുൾ ആയ പെയിൻറ്റിങ്സ് ആയിരിക്കും. ഡിസ്കാർഡ് ചെയ്തത് ആരും കാണുന്നതന്നെയില്ല, എനിക്ക് മാത്രമേ അറിയുള്ളൂ.
അപ്പോൾ അതൊക്കെ നമ്മളൊരു ഫൈനൽ റിസൾട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ പെയിൻ ആരും കാണില്ല എന്നുള്ളത്. എപ്പോഴും ഇതൊരു മാജിക് അല്ലേ എന്നുള്ള രീതി. മാജിക് തന്നെ പറയുമ്പോൾ അതിൻ്റെ എഫേർട്ട് ആലോചിച്ച് നോക്കണം. നമ്മളൊരാൾ കൺമുന്നിൽ നിന്ന് പറ്റിക്കുമ്പം ആളെടുക്കുന്നൊരു എഫേർട്ട് എങ്ങനെയാണെന്ന് അത് മനസ്സിലാക്കുക എന്നുള്ളത് ഒരു ഫൈനൽ സംഭവം എന്നുള്ള എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ ഒരാളോട് പറഞ്ഞ പോലെ പെയിൻറ്റിങ് അല്ല, സ്റ്റഡിയാണത്.